എൻ്റെ പേരാണ് ബൈക്ക് കുട്ടൻ. ഞാൻ അടിച്ചു മാറ്റും ബൈക്ക്. അതെ ഗൈസ്, ബൈക്ക് കുട്ടൻ. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ബൈക്കൊക്കെ അടിച്ചു മാറ്റി വന്നേക്കുക. സാധാരണ ബൈക്ക് മേടിക്കാറാ പതിവ്. ഇപ്പോൾ ഒരു വെറൈറ്റിക്ക് വേണ്ടി വണ്ടികളൊക്കെ അടിച്ചു മാറ്റി തുടങ്ങി. വണ്ടികൾ എന്ന് വെച്ചാൽ ബൈക്ക്. പക്ഷേ ഇല്ലേ, ഈ ബൈക്കൊന്നും റിയൽ ലൈഫിൽ ഉണ്ടാവില്ല. അതായത് ഈ ബൈക്കൊക്കെ ഇല്ലേ, എക്സ്പെൻസീവ് ഒന്നുമല്ല. ആകെ എക്സ്പെൻസീവ് ആയിട്ടുള്ളത് ആയിരിക്കുന്ന സ്പ്ലെൻഡർ മാത്രമാണ്. വേറെ ഒരു വണ്ടികൾ പോലും എക്സ്പെൻസീവ് അല്ല. ഈ വണ്ടിക്ക് അധികം റേറ്റ് ഒന്നും ഉണ്ടാവില്ല. കൂടിപ്പോയി കഴിഞ്ഞാൽ എത്രയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാനെന്ത് ചെയ്യാൻ പോണതില്ലേ, ഞാൻ സൂപ്പർ ബൈക്ക്സ് അടിച്ച് വരാൻ പോവുക. ഉദാഹരണത്തിന് ഈ KTM, ഡ്യൂക്ക് അങ്ങനത്തെ കുറേ വണ്ടികൾ ഉണ്ടാവില്ലേ, ആ വണ്ടികൾ ഞാൻ അടിച്ചു മാറ്റാൻ പോണത്. ഇവിടെ ഞാൻ സ്കൂട്ടർ വരെ അടിച്ചു മാറ്റി. പക്ഷേ ഇതൊന്നും ഞാൻ വിളിക്കാൻ ഉദ്ദേശിക്കണില്ല. ഈ വണ്ടികളൊക്കെ ഞാൻ ഒരു ദിവസം കത്തിച്ചളയാൻ പോവുക. ഇന്നല്ല, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട്. അപ്പം ഇല്ലേ, നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഈ ഷിൻചാൻ പിൻചാൻ അവിടെ പോയെന്ന്. അവരിപ്പോൾ രാജുവിൻ്റെ വീട്ടിലുണ്ട്. അവരോട് നിന്നോട്ടെ. നമുക്കപ്പോൾ ഇല്ലേ ഒരു ട്രക്ക് അടിച്ച് മാറ്റണം. ഒന്നെങ്കിൽ അവിടെ ഗാരേജില്ലേ, അല്ല അവിടെ ഗോഡൗൺ ഇല്ലേ, അവിടെ ട്രക്ക് ഉണ്ടെങ്കിൽ അതെടുക്കുക. അല്ലെങ്കിൽ അവിടെ ട്രക്കില്ലെങ്കിൽ ട്രക്ക് അടിച്ച് മാറ്റുക. അതേ ഇപ്പം നിവർത്തിയുള്ളൂ. അല്ലാണ്ട് വരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് തീരാട്ടെ. നമുക്ക് കഴിയില്ലേ, മോടിക്ക് പോയി ട്രക്ക് ഉണ്ടോ നോക്കിയിട്ട് വരാം. ഓക്കെ. 2 hours later. ഗൈസ്, അവിടെ ട്രക്ക് പോയിട്ട് ഈച്ച പോലും ഇല്ല. കാരണം ഞാൻ കുറേ സെർച്ച് ചെയ്തു. പക്ഷേ എനിക്ക് അവിടെ ട്രക്കിനെ കാണാൻ പറ്റിയില്ല. ട്രക്ക് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് തൽക്കാലം അടിച്ച് മാറ്റാം. അതേ നിവൃത്തിയുള്ളൂ. കാരണം ഞാൻ എല്ലാ ഗാരേജും തപ്പി, ഓരോ ട്രക്ക് പോലും കിട്ടിയില്ല. അതിലോട്ടെ, നമുക്ക് തൽക്കാലം ട്രക്ക് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, അവിടെ ട്രക്ക് ഇരിക്കുന്നുണ്ട്. ആ ട്രക്ക് എന്തായാലും കുറേ നേരം വന്നിട്ട്. ട്രക്കിനകത്ത് ആളുണ്ടാവോ അതറിയില്ല. നമുക്കൊന്ന് നോക്കി നോക്കാം, ആൾക്കാരുണ്ടോയെന്ന് നോക്കി നോക്കാം. ഓ, അവിടെ ആൾക്കാരുണ്ട് കേട്ടാ. അവിടെ ഒരാൾ ഫോണിൽ ബിസിയാ. നമുക്കപ്പോൾ ഇല്ലേ പുറകെ പോയിട്ട് ഒരെണ്ണം കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ആൾ ബോധം കെട്ട് വീണോണം. അന്നേരം നമുക്ക് ട്രക്ക് എടുത്ത് രക്ഷപ്പെടാം. നീ എന്താ ഇവിടെ ചെയ്യുന്നത്? അയ്യോ, നീ അടിക്കുമല്ലേ? അടിക്കും. ഇന്ന പിടിച്ചോ എൻ്റെ അമ്മച്ചി. എടാ, നീ എന്താടാ ചെയ്യാൻ പോണത്? എടാ, എൻ്റെ വണ്ടി എടുത്തുകൊണ്ട് നീ എങ്ങോട്ടാണ് പോകാൻ പോണത്? എടാ നിൽക്കടാ, നീ ഇത് എങ്ങോട്ടാണ് എൻ്റെ വണ്ടി എടുത്തുകൊണ്ട് പോകുന്നത്? എടാ, നിനക്കെന്താ പ്രാന്താണോ? എടാ, മിണ്ടാടിക്കടാ. അല്ല പിന്നെ ആള് പോയി. നമുക്കെന്തായാലും വണ്ടി എടുത്ത് പോവാട്ടോ. കാരണം ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ടാണ്. ഈ വണ്ടിക്ക് ഇത്തിരി മെനക്കേടാട്ടോ വണ്ടി ഓടിക്കാൻ. അമ്മാതിരി വണ്ടിയാണ് കേസ് ഇത്. അതുകൊണ്ടാണ് കേസ് നമ്മൾ വണ്ടി ഓടിക്കാത്തത്. ഇതിലോട്ടെ നമുക്ക് തൽക്കാലം വണ്ടി വിടാം. ഓക്കെ. അപ്പോൾ കേസ് നമുക്ക് കുറച്ച് ദൂരം വണ്ടി ഓടിക്കേണ്ടി വരും കേസ്. നമ്മളെങ്ങനെയൊക്കെ ഈ വണ്ടി നേരാക്കിയിട്ട് പോവാണ് കേട്ടോ. എങ്ങോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർ ഷോറൂമിലേക്ക്. കാരണം കാർ ഷോറൂം മാത്രമാണ് കേസ് നമുക്ക് ബൈക്ക് ഷോറൂമിലേക്ക് കൂട്ടാൻ പറ്റുള്ളൂ. അതെന്തിലോട്ടെ കേസ് നമുക്ക് തൽക്കാലം ബൈക്ക് ഷോറൂമിലേക്ക് പോകാം. ഈ ബൈക്ക് ഷോറൂം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാർ ഷോറൂമിൻ്റെ തൊട്ട് ഓപ്പോസിറ്റാണ് ഈ ഒരു കാർ ഷോറൂം വരുന്നത്. എന്തിലോട്ടെ കേസ് നമുക്ക് ബൈക്ക് ഷോറൂമിലേക്ക് വിടാം. കാർ ഷോറൂമിൽ പോയിട്ട് നമുക്കൊരു കാര്യമില്ല. കാരണം എൻ്റെ പേര് കാർ കുട്ടൻ എന്നല്ല കേസ്, ബൈക്ക് കുട്ടൻ. അതാണ് എൻ്റെ പേര്. എന്തെങ്കിലുമാണ്. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം കേസ്, നമ്മൾ നൈസായിട്ട് വരാൻ കേട്ടോ. അപ്പോൾ നമ്മളിത് ഇങ്ങോട്ട് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈക്ക് ഷോറൂമിലാണ്. വെറുതെ പോയിട്ട് കാര്യമില്ല. നമുക്ക് ബൈക്ക് ഷോറൂമിൽ പോയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് വണ്ടിയൊക്കെ അടിച്ച് മാറ്റേണ്ടി വരും കേസ്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോകാം. അപ്പോൾ നമ്മളെന്തായാലും ബൈക്ക് ഷോറൂമിൽ അടുത്ത് തന്നെയാണ് നമ്മുടെ ഈ ബിൽഡിങ് കാണുന്നില്ലേ, ആ ബിൽഡിങ്ങിൻ്റെ അപ്പുറത്തൊരു ബിൽഡിങ് കാണുന്നില്ലേ, അപ്പോൾ അതാണ് ബൈക്ക് ഷോറൂം. ഓക്കെ ഗൈസ്, നമ്മൾ ബൈക്ക് ഷോറൂമിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടുത്തെ വണ്ടികളൊക്കെ ഇല്ലേ അങ്ങ് അടിച്ചു മാറ്റാം. ഇവിടെ വണ്ടി എന്ന് പറയാനായിട്ട് ബൈക്ക് മാത്രമേ ഉള്ളൂ. അതിനാണ് നമ്മൾ വണ്ടിന്ന് വിളിക്കുന്നത്. എന്തെങ്കിലാവട്ടെ. അപ്പം ഇല്ലേ നമുക്ക് എല്ലാ ബൈക്കും കയറ്റാം. പക്ഷേ കയറ്റിന് മുമ്പില്ലേ ഈ വീഡിയോ കാണുന്നവരെ ആദ്യമായിട്ടാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാൻ മാർക്ക് എടുത്തിട്ടാ. അത് മാത്രമല്ല, ചാനൽ സബ് ചെയ്യാത്തൊരു ചാനലും കൂടെ സബ് ചെയ്യുക. പിന്നെ ഹൈപ്പില്ലേ അതും കൂടെ ചെയ്തേക്ക്. എന്നാലും ഞാൻ സ്ഥിരമായിട്ട് വീഡിയോസ് ഇട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിലേ എൻ്റെ എല്ലാ വീഡിയോസും കാണാം, ഒരു കുഴപ്പമില്ല. നമുക്കപ്പോൾ എല്ലാ വഴികളും കയറ്റാം. 6 മണിക്കൂറിന് ശേഷം. ഓക്കെ ഗൈസ്, ഞാൻ അവിടെ വണ്ടികളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. മൊത്തം വണ്ടികളല്ല, 2 വണ്ടികൾ ഞാൻ ബാക്കി വെച്ചില്ല.
അത് വേറെ ഒന്നും കൊണ്ടല്ല, ആ 2 വണ്ടികളും ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. ആ പൾസറും പിന്നെ KTM. അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എൻ്റെ ഷിൻചാനെ കൊണ്ടുവരുന്ന വീഡിയോ ഇല്ലേ, അത് കണ്ടൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ പുതിയ പൾസർ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആ വണ്ടികൾ 2 പേര് വേണ്ട, നമുക്ക് ഈ വണ്ടികൾ മതി. ഈ വണ്ടികൾ ഇതുവരെയായിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല, അതൊക്കെ നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നേരെ ബൈക്ക് ഷോറൂമിലേക്ക് ഇടാം. അതായത് നമ്മൾ പുതിയതായിട്ട് ഒരു ബൈക്ക് ഷോറൂമൊക്കെ അടിച്ചു മാറ്റി തുടങ്ങി പറയാം. കാരണം നമ്മളൊരു മറ്റേ ബൈക്ക് ഷോറൂമില്ലേ, നമ്മൾ ലോക്കലായിട്ടുള്ള ബൈക്ക് ഷോറൂമാണ് തുടങ്ങുന്നത്. അവിടെ നിങ്ങൾക്ക് കാർ ഷോറൂം കാണാൻ പറ്റുന്നുണ്ടോ? ആ കാർ ഷോറൂമിൻ്റെ ലെഫ്റ്റ് സൈഡാണ് നമ്മുടെ ബൈക്ക് ഷോറൂം. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇതെല്ലാം ഈ ബൈക്കൊക്കെ ഇറക്കണം. നമുക്കില്ലേ ഈ വണ്ടികളൊക്കെ ഇറക്കുക. ഈ വണ്ടികളില്ലേ അതങ്ങ് വരാം. അതായത് ഈ വണ്ടികളൊക്കെ ഇവിടെ വയ്ക്കാന്ന് ഞാൻ അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ഞാൻ അങ്ങനെ ഈ വണ്ടികളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്കിനി വണ്ടികളൊക്കെ ഇറക്കുക. എടാ നീ എന്താ എൻ്റെ ഷോറൂമിൻ്റെ മുമ്പിൽ? ഓ അത് പറയാം, നീ ഏറാ. ഞാൻ എന്തായാലും എൻ്റെ വണ്ടികൾ അടിച്ചു മാറ്റാൻ പോവാ. എൻ്റെ വണ്ടികൾ അടിച്ചു മാറ്റാൻ നീ പോവാണോ? അമ്പടാ അതങ്ങനെ സമ്മതിക്കില്ല ഞാൻ. ഓ പിന്നെ നീ മേടിച്ച വണ്ടികളൊന്നുമല്ലല്ലോ ഇത്. അത് ശരിയാണത്. എൻ്റെ അമ്മച്ചി ഇവിടെ നൈസിൽ തലടിച്ച് വീണു. അതിലോട്ടെ എൻ്റെ വണ്ടികളും തരും എനിക്ക് വേണം. അമ്പടാ വണ്ടിയിൽ അടിച്ച് വിട്ടിട്ടുണ്ടോ? ഉളുപ്പുണ്ടോ എനിക്കൊക്കെ? അയ്യോ എൻ്റെ അടിച്ച് തെറിപ്പിച്ച്. അല്ല പിന്നെ ഗൈസ് നമ്മുടെ വണ്ടി അടിച്ച് പറ്റിയ വരികയാണെന്ന് ആന്തിരാവട്ടെ. അപ്പോൾ ഗൈസ് നമ്മളെല്ലാ വണ്ടികളില്ലേ ഇറക്കി കഴിഞ്ഞു. നമുക്കിനില്ലേ കസ്റ്റമേഴ്സ് വരുന്നവരെ വെയിറ്റ് ചെയ്യാം, അല്ലാണ്ട് നിവർത്തിയില്ല. ഓക്കെ ഗൈസ്, ഇവിടെ കസ്റ്റമർ വന്നിട്ടുണ്ട്. ചേട്ടന് ഏതാ വണ്ടി വേണ്ടേ? എനിക്ക് ഇഷ്ടപ്പെട്ടൊരു വണ്ടി വേണം. ഇവിടെ ബൈക്ക് മാത്രമേ ഉള്ളൂ. പിന്നെന്തോ ടിപ്പർ വേണോ? ടിപ്പർ വേണ്ട, എനിക്ക് ബൈക്ക് മാത്രം മതി. ഏതാ ബൈക്ക് വേണ്ടേ? ആ പച്ച ബൈക്കില്ലേ, ZX-R. എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എത്ര അതിൻ്റെ റേറ്റൊക്കെ വരുന്നത്? അതിൻ്റെ റേറ്റ് വരുന്നത് 1,00,000 രൂപയാണ്. 1,00,000 രൂപയാ? അതെന്താ എടോ, അതൊരു എക്സ്പെൻസീവ് വണ്ടിയാണ്. ഓ 1,00,000 ആണോ ഉണ്ടാവുക? ശരി, ആ വണ്ടി ഒരു കാര്യം ചെയ്യാം, ആ വണ്ടി ഞങ്ങൾക്ക് ഫിക്സ് ചെയ്യാം. ഇന്നാ 1,00,000. ഓക്കെ ചേട്ടാ. ഓക്കെ ഗൈസ്, ചേട്ടൻ അങ്ങനെ വണ്ടി മേടിച്ചുകൊണ്ടൊക്കെ പോയിട്ടുണ്ട്. ഇനി അടുത്ത കസ്റ്റമർ വരുന്നവരെ വെയിറ്റ് ചെയ്യാം, അതായിരിക്കും നല്ലത്. ഓക്കെ, ഇത് കുറേ നേരമല്ലേ വെയിറ്റ് തുടങ്ങിയിട്ട്, ഒരു കസ്റ്റമറിനെ പോലും കാണുന്നില്ല. അവരൊക്കെ വന്നോളും, നമുക്കിനി അവർ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ അടുത്ത ആൾ വന്നിട്ടുണ്ട്. ഹലോ ചേട്ടാ, അതെ എനിക്ക് ഒരു ബൈക്ക് വേണം. ഇവിടെ ഞാൻ എന്താ ടിപ്പർ വിളിക്കണ്ട? എടാ ചളി അടിച്ചത് മതി. എനിക്കില്ലേ ആ ഒരു R15 വേണം. എത്രയാണ് റേറ്റൊക്കെ വരുന്നത്? അതിൻ്റെ റേറ്റ് വരുന്നത് 2,000 രൂപയാണ്. എന്ത് 2,000 രൂപയാ? എൻ്റെ പൊന്നേട്ടാ, അതിൽ ഭയങ്കര എക്സ്പെൻസീവ് വണ്ടിയാണ്. നിങ്ങൾക്ക് പിന്നെ അറിയാലോ അതിൻ്റെ എക്സ്പെൻസീവ്. അത് ശരിയാണ്. പക്ഷെ നേരത്തെ ഒന്നാൾ മേടിച്ചപ്പോൾ ചേട്ടന് മറ്റേ എന്താ പറയുക 1,00,000 രൂപ അല്ലേ കൊടുത്തിട്ടുണ്ടായിരുന്നത്? അതൊന്നും അങ്ങനെ അതൊക്കെ ചോദിച്ചാൽ താനാരാ? വണ്ടി ഓടിക്കണമെങ്കിൽ മേടിച്ചിട്ട് പോ, അല്ലെങ്കിൽ ഈ വണ്ടിയുടെ ഉള്ളിൽ കത്തിച്ചളയി. ഓക്കെ സാറേ, അതെപ്പോഴാണ് വണ്ടി കത്തിച്ചളയാൻ വേണ്ടി വന്നേക്കവൻ? പിന്നെ സാറല്ലേ പറഞ്ഞേ? അത് കാര്യം ചെയ്യാം, വണ്ടി ഫിക്സ് ചെയ്യാം. ഇന്ന് 2,000. ഓക്കെ ഗൈസ്, ഇവിടെ എല്ലാ വണ്ടികളും മിറ്റി പോയി. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കിപ്പോൾ ട്രക്ക് എടുത്ത് പോവാം. ഏകദേശം ഞാനില്ലേ 1,40,000 രൂപ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനല്ലേ, ഞാൻ ഉദ്ദേശിച്ചിട്ട് 1,02,600 രൂപ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തെങ്കിലും ആവട്ടെ, നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം. ഇനി നമുക്ക് വീട്ടിൽ പോയിട്ടില്ലേ ഒന്ന് കിടന്ന് ഉറങ്ങാം. നമുക്ക് നാളെയും വണ്ടി അടിച്ച് മാറ്റുക, ഷോറൂമിൽ വയ്ക്കുക, വണ്ടി വിൽക്കുക, കാശുണ്ടാക്കുക. ഈ 4 രീതികൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് ഇഷ്ടംപോലെ കാശ് കിട്ടും. അതെന്തെങ്കിലും ആവട്ടെ, നമുക്കൽക്കെല്ലാം വീട്ടിൽ പോവാം, അതായിരിക്കും നല്ലത്. ഇവിടെ അധികം തരം തിരിഞ്ഞ് നിൽക്കണില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ് കമൻറ്റ് ചെയ്യാത്തവർ കമൻറ്റ് ചെയ്യുക, ഏത് പാർട്ട് 2 ആണെങ്കിലേ കമൻറ്റ് ചെയ്യുക.